ഭാരതത്തിന്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് അജ്ഞാതമായ സ്വർഗം എന്നൊരു വിളിപ്പേരുണ്ട്. സപ്ത സഹോദരിമാർ എന്ന് വിശേഷിപ്പിക്കുന്ന വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെപ്പറ്റി മറ്റു പ്രദേശങ്ങളിലുള്ളവർക്ക് വലിയ അറിവില്ലായിരുന്നു. അല്പമെങ്കിലും ധാരണയുള്ളവരാകട്ടെ നല്ല കഥകളൊന്നും പറഞ്ഞതുമില്ല. ആകാശത്ത് പറക്കുന്ന വിമാനമൊഴികെ, നിരത്തിലോടുന്ന വാഹനങ്ങളൊഴികെ ബാക്കി എല്ലാത്തിനെയും കഴിക്കുന്നവർ. ഇത്തരത്തിലൊരു പഴഞ്ചൊല്ല് തന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ജനതയെക്കുറിച്ച് പൊടിപ്പും തൊങ്ങലും വെച്ച് ആളുകൾ പറയാറുണ്ട്. കേരളത്തിൽ കാസർഗോഡ് ജില്ലയെ പറയുന്നത് പോലെ തന്നെ. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് പണിഷ്മെന്റ് ട്രാൻസ്ഫർ കൊടുക്കാൻ വേണ്ടി ഒരു മേഖല എന്നായിരുന്നു ആദ്യകാലങ്ങളിൽ ഉദ്യോഗസ്ഥ വൃന്ദം തന്നെ വടക്ക് കിഴക്കൻ മേഖലയെ പറഞ്ഞിരുന്നത്. വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് 2001 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് മാത്രമായി ഒരു മന്ത്രാലയം ആരംഭിച്ചിരുന്നു. എന്നാൽ പിന്നീട് വന്ന സർക്കാരുകൾ ഈ മന്ത്രാലയത്തെ ബോധപൂർവം അവഗണിച്ചു. വികസനമില്ലായ്മയും വിഘടനവാദവും കൂടിയായപ്പോൾ ഭാരതത്തിന്റെ ഭാഗമല്ലെന്ന തോന്നൽ അവിടുത്തെ ജനതയിലും ഉടലെടുത്തു. ഭാരതവിരുദ്ധ മനോഭാവമുള്ള ചൈന പോലുള്ള രാജ്യങ്ങളുടെ നേരിട്ടുള്ള ഇടപെടൽ പ്രശ്നം രൂക്ഷമാക്കി. അത്രയേറെ അനിശ്ചിതത്വത്തിലൂടെയും രാജ്യവിരുദ്ധ മനോഭാവത്തിലൂടെയും കടന്നുപോകുന്ന സമയത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിലെത്തുന്നത്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക പ്രധാന അജണ്ടയായി തന്നെ അവർ ഏറ്റെടുത്തു. 2014 BJPയുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസനം ഏത് രീതിയിലാകണമെന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. BJPയുടെ പ്രകടന പത്രിക വിഭാവനം ചെയ്ത വികസന നയമാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് മോദി സർക്കാർ നടപ്പിലാക്കിയത്. വാക്ക് വെറും വാക്കല്ലെന്നും അത് മോദിയുടെ ഗ്യാരണ്ടിയാണെന്നും വീണ്ടും തെളിയിക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് പ്രദേശം സാക്ഷ്യം വഹിച്ചത്. ഗതാഗതം മുതൽ ദ്രുതഗതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ വികസനം വരെ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ അഭൂതപൂർവമായ പരിവർത്തനമാണിവിടെ നടന്നത്. 2014 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ഭൂപ്രദേശവുമായി സവിശേഷതയുള്ള സിക്കിമിനെയും കൂട്ടിച്ചേർത്ത് സപ്ത സഹോദരിമാരെ അഷ്ടലക്ഷ്മിമാർ എന്ന് നരേന്ദ്രമോദി പുനർനാമകരണം ചെയ്തു. പ്രദേശത്തെ റീബ്രാൻഡിംഗ് കൂടിയായിരുന്നു മോദിയുടെ ലക്ഷ്യം. ഇതിന് പിന്നാലെ ലുക്ക് ഈസ്റ്റ് പോളിസിക്ക് രൂപം നൽകി. തെക്കു കിഴക്കൻ ഏഷ്യയിലേക്കുള്ള ഇന്ത്യയുടെ കവാടമായാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ മോദി വിഭാവനം ചെയ്തത്. പിന്നീട് പ്രദേശം സാക്ഷ്യം വഹിച്ചത് സർവ്വമേഖലയെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള വികസനത്തിനാണ്. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അങ്ങനെ മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് ആഞ്ഞുവീശി. വടക്കു കിഴക്കൻ ഭാരതം ഇപ്പോൾ വളർച്ചയുടെയും വികസനത്തിന്റെയും സമൃദ്ധിയുടെയും ഒരു യുഗത്തിലൂടെയാണ് കടന്നുപോകുന്നത്. പുതിയ ഇന്ത്യയുടെ വളർച്ചാ എഞ്ചിനെന്നാണ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി പദത്തിലെത്തിയതിനു ശേഷം 60-ലേറെ തവണ മോദി ഇവിടെ സന്ദർശിച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രിമാരാകട്ടെ 800-ലേറെ പ്രാവശ്യവും. 2 ആഴ്ചയിലൊരിക്കൽ ഒരു കേന്ദ്രമന്ത്രി പ്രദേശം സന്ദർശിക്കുന്നുണ്ടെന്നാണ് കണക്ക്. ഓരോ മന്ത്രാലയത്തിന്റെയും ചുമതല വഹിക്കുന്ന മന്ത്രിമാർ നേരിട്ട് പോയാണ് വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നത്. 2014 മുതൽ വാജ്പേയി സർക്കാർ ആരംഭിച്ച വടക്ക് കിഴക്കൻ മന്ത്രാലയത്തിന്റെ പ്രവർത്തനം വീണ്ടും ആരംഭിച്ചു. മന്ത്രാലയങ്ങളും വകുപ്പുകളും പ്രദേശത്ത് നടപ്പിലാക്കുന്ന പദ്ധതികൾ ഏകോപിപ്പിക്കുന്നതിനായി മന്ത്രാലയം ഡാറ്റ അനലറ്റിക്സ് ഡാഷ്ബോർഡും പൂർവോത്തർ സമ്പർക്ക് സേതു പോർട്ടലും ആരംഭിച്ചു. 55 മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലുമായി നടക്കുന്ന 112 ബൃഹത് പദ്ധതികളുടെ കേന്ദ്രീകൃത നിരീക്ഷണം ഇതിലൂടെ സാധ്യമാകുന്നു. ദുർഘടമായ മലനിരകൾ നിറഞ്ഞ വടക്കുകിഴക്കൻ മേഖലയിലെ സാധ്യമായ എല്ലാ പ്രദേശത്തും റോഡ് കണക്ടിവിറ്റിയും റെയിൽ കണക്ടിവിറ്റിയും എല്ലാ സംസ്ഥാന തലങ്ങളിലും വിമാനത്താവളവും നിർമ്മിക്കാനുള്ള പദ്ധതി മോദി സർക്കാർ തയ്യാറാക്കി. ഇതിനെല്ലാം അടിസ്ഥാനപരമായി വേണ്ടത് പണമാണ്. 2015 മുതൽ പ്രദേശത്തിന്റെ ബജറ്റ് വീതം 3 ഇരട്ടിയായി വർദ്ധിപ്പിച്ചു. ഒപ്പം 2 ക്യാബിനറ്റ് മന്ത്രിമാരും 3 സഹമന്ത്രിമാരുമടക്കം മന്ത്രിസഭയിൽ ഉയർന്ന പ്രാതിനിധ്യവും ഉറപ്പാക്കി. ത്രിപുരയിൽ നിന്നുള്ള പാർലമെന്റ് അംഗം ആദ്യമായാണ് കേന്ദ്രമന്ത്രിസഭയിൽ ഇടം പിടിച്ചത്. റോഡ് കണക്ടിവിറ്റി ഏറ്റവും കുറവുള്ള പ്രദേശമായിരുന്നു 2014 വരെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ. വികസനത്തിന്റെ ആണിക്കല്ലാണ് ഗതാഗതം. അതുകൊണ്ട് ആദ്യ വർഷം തന്നെ 8 സംസ്ഥാന തലസ്ഥാനങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കാനുള്ള പദ്ധതിക്ക് കേന്ദ്രം അനുമതി നൽകി. ഇതിന്റെ ഫലമായി 1,02,594 ലക്ഷം കോടി രൂപ ചെലവിൽ 261 റോഡ് പ്രൊജക്ടുകളാണ് 10 വർഷം കൊണ്ട് പ്രദേശത്ത് നടപ്പിലാക്കിയത്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, നാഷണൽ ഹൈവേസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, സംസ്ഥാനങ്ങളിലെ പൊതുമരാമത്ത് വകുപ്പുകൾ എന്നിവ മുഖേനയാണ് ഇത് നടപ്പിലാക്കുന്നത്. ഇതിനു പുറമെ മുൻ നോർത്ത് ഈസ്റ്റ് റോഡ് സെക്ടർ ഡെവലപ്മെന്റ് സ്കീം, നോർത്ത് ഈസ്റ്റ് സ്പെഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് സ്കീം, നോർത്ത് ഈസ്റ്റേൺ കൌൺസിൽ എന്നിവയ്ക്ക് കീഴിൽ 128 പദ്ധതികൾക്കായി 7,700 കോടി രൂപയാണ് വകയിരുത്തിയത്. രണ്ടാം UPA സർക്കാരിന്റെ കാലവുമായി താരതമ്യം ചെയ്യുമ്പോൾ മോദി സർക്കാരിന്റെ കാലത്ത് റെയിൽവേയുടെ ശരാശരി വാർഷിക വിഹിതത്തിൽ 370% വർധനമുണ്ടായി. 2014 മുൻപ് വടക്ക് കിഴക്കൻ മേഖലയിലെ റെയിൽ ശൃംഖലയുമായി ഗുവാഹത്തിക്ക് മാത്രമായിരുന്നു ബന്ധമുണ്ടായിരുന്നത്. ഇന്ന് ക്യാപിറ്റൽ കണക്ടിവിറ്റി പദ്ധതിക്ക് കീഴിൽ ഇറ്റാനഗറും അഗർത്തലയും തമ്മിൽ ബന്ധിപ്പിച്ചു. 81,941 കോടി രൂപ ചെലവിൽ 1,909 കിലോമീറ്റർ ദൈർഘ്യത്തിലുള്ള പാതയ്ക്കാണ് റെയിൽവേ മന്ത്രാലയം അനുമതി നൽകിയത്. 2023 മാർച്ചിലെ കണക്ക് പ്രകാരം 37,713 കോടി രൂപയുടെ 482 കിലോമീറ്റർ റെയിൽവേ ലൈൻ നിർമ്മാണം പൂർത്തീകരിച്ചു.
പ്രദേശത്തിന്റെ വികസനത്തിന് ആക്കം കൂട്ടിയ പ്രധാന പദ്ധതിയാണ് ബംഗ്ലാദേശിലെ അഗൌരയിൽ നിന്നും ത്രിപുരയിലെ അഗർത്തലയിലേക്ക് ക്രോസ് ബോർഡർ റെയിൽ ലിങ്ക് പദ്ധതി. 392 കോടി രൂപ ചെലവഴിച്ച് റെയിൽവേ പൂർത്തീകരിച്ച ലൈനിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി മോദിയും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും ചേർന്നാണ് നിർവഹിച്ചത്. ഭാരതത്തിലെ ഏറ്റവും വീതി കൂടിയ നദിയായ ബ്രഹ്മപുത്ര ഒഴുകുന്ന ഇടമായിട്ട് കൂടി ജലഗതാഗതത്തിന് യാതൊരു പ്രാധാന്യവുമില്ലാത്ത സ്ഥലമാണ് വടക്ക് കിഴക്കൻ മേഖല. 2014 വരെ ഒരു ജലപാത മാത്രമായിരുന്ന സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോയിരുന്നത് ഇന്ന് അതിന്റെ എണ്ണം 20ആയി. ജലപാത വികസനത്തിന് മാത്രമായി 10 വർഷം കൊണ്ട് മോദി സർക്കാർ ചെലവഴിച്ചത് 1040 കോടി രൂപയാണ്. ഇതിന്റെ ഫലമായി ഇന്തോ ബംഗ്ലാദേശ് പ്രോട്ടോകോൾ റൂട്ട് വഴി ചരക്ക് കൈമാറ്റം 170% വർദ്ധിച്ചു. ഇതുകൂടാതെ 208 കോടി രൂപ മുതൽ മുടക്കിൽ പ്രദേശത്തെ ആദ്യത്തെ കപ്പൽ അറ്റകുറ്റപ്പണി കേന്ദ്രം ബ്രഹ്മപുത്ര നദിക്കരയിൽ സ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. തുറമുഖ, ഷിപ്പിംഗ്, ജലപാത മന്ത്രാലയത്തിന്റെ സാഗർമാല പ്രൊജക്ടിനു കീഴിൽ 1000 കോടിയിലധികം രൂപയുടെ പദ്ധതികളാണ് ഈ മേഖലയിൽ നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വടക്കുകിഴക്കൻ മേഖലയിലെ വിമാനത്താവളങ്ങളുടെ എണ്ണത്തിലും അഭൂതപൂർവമായ കുതിച്ചുചാട്ടമാണ് ഉണ്ടായത്. മേഖലയിലെ വിമാനത്താവളങ്ങളുടെ എണ്ണം 9 നിന്ന് 16ആയി ഉയർന്നു. കൂടാതെ 2014 മുൻപ് 900 സർവീസുകൾ മാത്രമുണ്ടായിരുന്നത് 1900ആയി ഉയർന്നു. ചില സംസ്ഥാനങ്ങൾ ആദ്യമായി വ്യോമയാന ഭൂപടത്തിൽ ഇടം പിടിച്ചു. സിക്കിമിലെ പാക്യോഗിലെ ഗ്രീൻഫീൽഡ് എയർപോർട്ട്, അരുണാചൽ പ്രദേശിലെ ഇറ്റാനഗർ എയർപോർട്ട് എന്നിവ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള കവാടമായാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. സമാധാനമുള്ള ഇടത്തു മാത്രമേ സമൃദ്ധിയുണ്ടാകൂ. ഇത് മുൻകൂട്ടി കണ്ട മോദി സർക്കാർ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനോട് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകാൻ ആവശ്യപ്പെട്ടു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിരവധി തവണയാണ് സ്ഥിതി നേരിട്ട് വിലയിരുത്താൻ പ്രദേശത്തെത്തിയത്. ബോഡോ, നാഗ, ഗർബി, ത്രിപുര, ബ്രൂ തുടങ്ങിയ വിവിധ ഗ്രൂപ്പുകളിലായി ചരിത്രപ്രധാനമായ സമാധാന ഉടമ്പടിയിൽ എത്തിയതിന്റെ ഫലമായി 8600-ലധികം പേരാണ് ആയുധം വെച്ച് കീഴടങ്ങി മുഖ്യധാരയിലേക്ക് വന്നത്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ പറ്റിയുള്ള മീഡിയ റിപ്പോർട്ടുകളിൽ ഏറ്റവും അധികം കേട്ടിരുന്ന വാക്കാണ് അഫ്സ്വ എന്നത്. പ്രസ്തുത നിയമം ഭാഗികമായി പിൻവലിക്കാനും ആഭ്യന്തര മന്ത്രാലയത്തിന് കഴിഞ്ഞു. ത്രിപുര, മേഘാലയ എന്നിവിടങ്ങളിൽ അഫ്സ്വ പൂർണ്ണമായും എടുത്തുമാറ്റി. നിലവിൽ ആസാം, നാഗാലാൻഡ്, മണിപ്പൂർ സംസ്ഥാനങ്ങളിലെ വളരെ ചെറിയ പ്രദേശത്ത് മാത്രമാണ് നിയമം നിലവിലുള്ളത്. മേഖലയിൽ സമാധാനം കൊണ്ടുവരുവാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമങ്ങൾ വിജയം കണ്ടതായി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. 2004 മുതൽ 2014 വരെ വടക്ക് കിഴക്കൻ മേഖലയിൽ 11,200 ആക്രമണ സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. 2014 മുതൽ 2023 വരെ അത് 73% കുറഞ്ഞ് 3114ആയി. സുരക്ഷാ സേനകൾക്കിടയിലെ മരണം 458-ൽ നിന്ന് 132ആയി. ഒപ്പം സിവിലിയൻ മരണങ്ങളും 86% കുറഞ്ഞു. കഴിഞ്ഞ 5 വർഷത്തിനിടെ വിഘടനവാദ ഗ്രൂപ്പുകൾ കീഴടങ്ങി മുഖ്യധാരയിലേക്ക് വന്നതാണ് ആക്രമണങ്ങൾ കുറയാൻ പ്രധാന കാരണം. 8 സംസ്ഥാനങ്ങളുടെ വിദ്യാഭ്യാസ മേഖലയുടെ പുനരുദ്ധാരണത്തിനായി 21,151 കോടി രൂപയാണ് മോദി സർക്കാർ ചെലവഴിച്ചത്. 2014 ശേഷം 843 സർക്കാർ സ്കൂളുകളാണ് പുതിയതായി സ്ഥാപിച്ചത്. സ്കൂൾ തലത്തിൽ മാത്രമല്ല, ഉന്നത വിദ്യാഭ്യാസ തലത്തിലും വിവിധ സ്ഥാപനങ്ങൾ പ്രവർത്തനം തുടങ്ങി. 8 മെഡിക്കൽ കോളേജുകൾ, 2 IITകൾ, IIMCകൾ, എയിംസുകൾ, സ്പോർട്സ് യൂണിവേഴ്സിറ്റി എന്നിവയാണ് ഇതിൽ പ്രധാനമായുമുള്ളത്. ഗ്രാമങ്ങളിൽ വികസനത്തിന്റെ വെളിച്ചമെത്തിയത് 2014 ശേഷമാണ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ജനസംഖ്യയുടെ മുഖ്യ പങ്കും ഗ്രാമങ്ങളിലാണ് അധിവസിക്കുന്നത്. വികസനത്തിന്റെ വെളിച്ചമെത്താത്ത ഗ്രാമങ്ങളിൽ വൈദ്യുതി പോലും ലഭ്യമല്ലായിരുന്നു. ഇത് കണ്ടറിഞ്ഞ നരേന്ദ്രമോദി സർക്കാർ 2014 മുതൽ 15 വരെ വിവിധ ഗ്രാമീണ പദ്ധതികൾക്കായി 37,092 കോടി രൂപയാണ് അനുവദിച്ചത്. സൗഭാഗ്യ യോജന പ്രകാരം 77 ലക്ഷം വീടുകൾ വൈദ്യുതീകരിച്ചു. ദീൻദയാൽ ഉപാധ്യായ് ഗ്രാം ജ്യോതി യോജന പ്രകാരം 5,790 ഗ്രാമങ്ങളിൽ വെളിച്ചമെത്തി. ടെലികോം കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിന് മാത്രമായി 2014 മുതൽ 4,360 കോടി രൂപയാണ് ചെലവഴിച്ചത്. 12,690-ലധികം ഗ്രാമപഞ്ചായത്തുകളിൽ ഭാരത് നെറ്റ് പദ്ധതി വഴി ഇന്റർനെറ്റ് കണക്ടിവിറ്റിയും ഉറപ്പുവരുത്തി. അങ്ങനെ കഴിഞ്ഞ 10 വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ അഷ്ടലക്ഷ്മിമാർ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പുതിയൊരു ഐശ്വര്യത്തിലേക്ക് കുതിക്കുകയാണ്. തങ്ങൾ ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമാണ് എന്നുള്ള വിശ്വാസം ആ പ്രദേശത്തെ ഓരോ പൗരന്മാർക്കും ഉണ്ടായി എന്നതാണ് ഈ മാറ്റത്തിന്റെ അടിത്തറ. ഇനി അങ്ങോട്ടുള്ള കാലത്ത് മോദി സർക്കാരിന്റെ മോടി കൂട്ടിയ അഷ്ടലക്ഷ്മിമാർ ഈ നാടിന്റെ പ്രകാശഗോപുരങ്ങളായി മാറുമെന്നതിൽ സംശയമില്ല.